കഴുത്തിലും വാരിയൽ ഭാഗത്തും ഹൃദയത്തിലും 3 കുത്തുകൾ. പിടഞ്ഞു നിലവിളിച്ചുകൊണ്ട് യുവാവ് പുറത്തേക്കോടി വഴിയിൽ വീണ് മരിച്ചു. ഈ സമയം പ്രതി വീടിന്റെ മതിൽ ചാടി കാറിൽ രക്ഷപ്പെട്ട ശേഷം റെയിൽവേ ട്രാക്കിൽ ട്രെയിനിന് തലവെച്ച് ജീവനൊടുക്കി. കൊല്ലം ഉളിയക്കോവിലിൽ നടന്നത് അതിക്രൂരവും ഞെട്ടിപ്പിക്കുന്നതുമായ ആക്രമണം. പ്രതിയായ തേജസ് രാജ് ലക്ഷ്യമിട്ടത് ഫെബിന്റെ സഹോദരിയായിരുന്നു. പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനായിരുന്നു പദ്ധതി. ഫെബിന്റെ സഹോദരിയും തേജസ് രാജും ഒരുമിച്ചായിരുന്നു പഠനം. ബാങ്കിങ് കോച്ചിങ് ക്ലാസ്സിനും ഒരുമിച്ച് പോയിരുന്നു. പ്രതിയെ അടുപ്പം ഇഷ്ടത്തിലായി. ഇരു വീട്ടുകാരും ഇവരുടെ ബന്ധം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ പോലീസിലേക്കുള്ള പരീക്ഷയിൽ കായികക്ഷമതാ ഇനത്തിൽ തേജസ് പരാജയപ്പെട്ടതോടെ പെൺകുട്ടിയുടെ വീട്ടുകാർ ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയും മറ്റൊരു വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. ഇതാണ് തേജസ് രാജിനെ ഈ വിധമൊരു ആക്രമണത്തിന് പ്രേരിപ്പിച്ചത്. പർദ്ദ ധരിച്ചെത്തിയ തേജസ് രാജ് കയ്യിൽ പെട്രോളും കരുതിയിരുന്നു. ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് ഫെബിനായിരുന്നു. ഇതോടെ പെട്രോൾ ഒഴിക്കാനുള്ള ശ്രമം. ഫെബിൻ തടഞ്ഞതോടെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് പലതവണ കുത്തി. സംഭവം കണ്ടോടിയെത്തിയ ഫെബിന്റെ പിതാവിനും പരിക്കേറ്റു. കുത്തുകൊണ്ട ഫെബിൻ വീട്ടുമുറ്റത്തു നിന്ന് വഴിയിലേക്ക് നിലവിളിച്ചിറങ്ങി ഓടി വീണ് മരിക്കുകയായിരുന്നു. ഈ സമയം തേജസ് രാജ് വീടിന്റെ മതിൽ ചാടിക്കടന്ന് എത്തിയ കാറിൽ കയറി കടപ്പാക്കടയിലേക്ക് വാഹനം ഓടിച്ചുപോയി റെയിൽവേ ട്രാക്കിൽ ട്രെയിനു മുന്നിൽ ജീവനൊടുക്കുകയായിരുന്നു. മലയാളം ടെലിവിഷൻ, കൊല്ലം. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.